ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളുടെ തെറ്റ് മൂലമോ അല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റിദ്ധാരണ മൂലമോ നിങ്ങൾ ഇട്ടിട്ട് പോയ ഒരു വ്യക്തി അവർ പോയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തി ഇല്ലാതെ എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇട്ടിട്ട് പോയ ഒരു എക്സിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോന്നും കുറെ ഹെഡിങ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഹെഡിങ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. വേറെയൊന്നുമല്ല, സ്വയം തിരുത്തേണ്ട കാര്യങ്ങൾ. ഇതിന്റെ അകത്ത് വരുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ആദ്യമേ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് റിഫ്ലക്റ്റ് ഓൺ ദി ബ്രേക്കപ്പ്. അതായത് ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള കാരണം, അതിൽ നിങ്ങളുടെ പങ്ക്, ഇതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആ ഒരു കുട്ടി നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അതിൽ തന്നെ വന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക് ഓൺ യുവർ സെൽഫ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അതായത് നിങ്ങളുടെ തെറ്റ് തിരുത്തണം. നിങ്ങൾ ചെയ്ത ആ തെറ്റ് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, തിരുത്തുവാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗീവ് സ്പേസ് ആണ്. അതായത് എക്സിന് അവരുടേതായൊരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. അതായത് പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറാതെ അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ആദ്യമേ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഇതാണ് നമ്മുടെ ഒരു സ്വയം തിരുത്തേണ്ട ആ ഒരു കാര്യത്തിന്റെ താഴെ വരുന്ന ഒരു 3 കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നതാണ് വീണ്ടും അടുക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇനി അതിൻ്റെ അകത്ത് ഒരു 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് റീ എസ്റ്റാബ്ലിഷ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, എന്നിട്ട് ഒരു റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. എന്നും പറഞ്ഞിട്ട് പണ്ടത്തെ പോലെ ഓടിപ്പോയി എപ്പോഴും ഫോൺ വിളിക്കുക, എപ്പോഴും മെസ്സേജ് അയക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ചെറിയ ചെറിയ SMS അല്ലെങ്കിൽ ചെറിയ ചെറിയ മെസ്സേജസ് ഒക്കെ അവർക്ക് അയക്കണം. പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യണം. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ പോയി ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ വന്നതാണ് ജെന്യുവൻ ഇൻട്രസ്റ്റ് കാണിക്കുക എന്നതാണ്. അതായത് എക്സിന്റെ ലൈഫ് ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് വിലയിരുത്തുക. ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കുണ്ടായ ഫീലിങ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമ ചോദിക്കുകയാണ്. അതായത് നിങ്ങളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരോട് ക്ഷമ ചോദിക്കാം. അതിൽ നാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണോ അത് നിങ്ങൾ ഏറ്റു പറയുകയാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമതായിട്ട് വരുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. അതായത് അതിൽ തന്നെ ഒരു 3 കാര്യങ്ങൾ വേറെയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത്, അതായത് നിങ്ങളുടെ പഴയ മെമ്മറീസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സമയം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രിപ്പൊക്കെ പോയ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ചെയ്ത കുറച്ച് നിങ്ങളുടേതായ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് പുറത്ത് പോവുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല നല്ല നിങ്ങൾക്ക് 2 പേർക്കും താല്പര്യമുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി ഇമോഷനിൽ തന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ നിങ്ങളുടെ എക്സിനെ ഇപ്പോൾ കണ്ട് സംസാരിച്ചു. ഇപ്പോൾ കണ്ട് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു ചേഞ്ച്, നിങ്ങൾ അനുഭവിച്ച ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, അത് എത്ര മാത്രമാണ് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. അതായത് നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ആശ്വാസം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് പഴയതുപോലെ ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ കിട്ടിയത്. എന്താണെന്നറിയില്ല, നിന്നെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാം. ഇനി ഇമോഷനിൽ തന്നെ വരുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ടോക്കിംഗ് ആണ്. അതായത് ട്രൂ ഫീലിങ്സ്, അതായത് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ്, നിങ്ങൾക്ക് അവരെ കണ്ടപ്പോൾ ഉള്ളൊരു സത്യസന്ധമായൊരു ഫീലിങ്സ്, നിങ്ങളുടെ സന്തോഷമൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാം. എന്നും വിചാരിച്ചിട്ട് ഓവറായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കാണിച്ചിട്ട് കരഞ്ഞ് കാല് പിടിക്കുമെന്നും ആരും ചെയ്തേക്കില്ല. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ അതായത് ഓപ്പൺ ആയിട്ടൊന്ന് പറയുക. ഇതിൽ തന്നെ ആരും കരഞ്ഞ് കാല് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊന്നും അവരെ ഇവിടെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക, അത്രമാത്രം ചെയ്താൽ മതി. ഇനി
അടുത്ത മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് അവോയ്ഡ് കോമൺ മിസ്റ്റേക്സ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ആ തെറ്റുകൾ എന്താണോ അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത് വരുന്നതെന്ന് പറയുന്നത് ഡോണ്ട് ബെഗ് ആണ്. അതായത് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആരുടെയും കാല് പിടിക്കാൻ പോകാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, എനിക്ക് ഒട്ടും നീ ഇല്ലാതെ പറ്റില്ല എന്നും വിചാരിച്ച് കരഞ്ഞ് കാല് പിടിക്കുകയൊന്നും ആരും ചെയ്തേക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും അതല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വാല്യൂ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും നിങ്ങൾ അടിയറവ് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കരഞ്ഞ് കാല് പിടിച്ചിങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ വേണം അല്ലെങ്കിൽ അവരില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാലൊന്നും പിടിക്കാൻ വേണ്ടി ആരും പോയേക്കരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി അതിൽ തന്നെ വന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലെയിമിങ് ഒഴിവാക്കുക എന്നതാണ്. അതായത് കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ അവരെ കാണുകയാണ്, നിങ്ങൾ സംസാരിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങൾ പറയുകയാണ്, നീ എന്ന് അങ്ങനെ കാണിച്ചില്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ ഞാൻ ബ്രേക്കപ്പ് ആക്കിയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് വെറുതെ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ പറയാതെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കോമൺ മിസ്റ്റേക്ക് തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സെയിം കാര്യം തന്നെയാണ്, കാല് പിടിക്കാതിരിക്കുക. അതായത് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് കരയുക, അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ മെയിൻ ഹെഡിങ് എന്താണെന്ന് നോക്കാം. വേറെ ഒന്നുമല്ല, ഫൈനൽ തോട്ട്സ് ആണ്. അതിൽ തന്നെ ഒരു 3 കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് റെസ്പെക്റ്റ് ദെയർ ഡിസിഷൻ. അതായത് അവർക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ അവരെ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അല്ലാതെ കരഞ്ഞ് കാല് പിടിച്ച് അങ്ങനെ തിരിച്ച് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, പോകാൻ വേണ്ടി തന്നെ പറയുക. അല്ലാതെ നീ പോകല്ലേ അതാ ഇതൊന്നും പറഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിക്കാനൊന്നും ആരും പോകരുത്. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അവരുടെ തീരുമാനം എന്താണോ നിങ്ങൾ അതിനെ അംഗീകരിക്കുക. ഫൈനൽ തോട്ടിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് സെൽഫ് ലവ്. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അവർ നിങ്ങൾ ഇട്ടിട്ട് പോയി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞ ഡിപ്രഷനൊക്കെ അടിച്ച് ഇരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്തിട്ട് ലൈഫ് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേൺ ഫ്രം ദി എക്സ്പീരിയൻസ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ തെറ്റിൽ നിന്നും നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ തെറ്റ് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവർ നിങ്ങൾ ഇട്ടിട്ട് പോയത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ആ ഒരു തെറ്റ് ആവർത്തിക്കില്ല, അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ്. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഈ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.